ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ലാസ്റ്റ് ലോങ് വീഡിയോ ഇട്ടത് ന്യൂ ഇയറിൻ്റെ ടൈമിനാണെന്ന് തോന്നുന്നു, പിന്നെ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചിരുന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ റെഡിയൊക്കെ ആയിട്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ട് അവിടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുറേ ആയി ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഓളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല കേട്ടോ, കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു. ഓള് സെക്കൻഡ് ഇയർ ആണ്, ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്നു. പിന്നെ സീനിയർ ആണെങ്കിലും ഞങ്ങളിങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയി എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ സ്റ്റേയും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഒരേ പി ജിയിലായിരുന്നു സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ നോളെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ അവിടെ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2 ദിവസം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓളിൻ്റെ സീനിയർ ആയിരുന്നു കോളേജിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക. കാരണം ഞങ്ങൾ ഒരേ പി ജിയിലായിരുന്നു കേട്ടോ സ്റ്റേയും കാര്യങ്ങളൊക്കെ. നമ്മൾ കോളേജിൽ ഓളിൻ്റെ സീനിയറും ഞാനോളെ ജൂനിയർ ആയിരുന്നെങ്കിൽ പോലും ഞങ്ങളുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ പി ജി ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ കൈയിട്ട് വാരി തിന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ. ഞാനങ്ങനെ ബാഗൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടോ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി ഉള്ള അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ എത്തിയിട്ട് കാണിച്ചു തരാം. അച്ഛനാണ് എന്നെ ആക്കാൻ വരുന്നത് കേട്ടോ. എടപ്പാളാണോളെ വീട്. ഇവിടെ നിന്ന് അത്യാവശ്യം ഒരു 1.5 അവറോളൊക്കെ ഉണ്ട് കേട്ടോ പോവാൻ. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ ബസ് ആ റൂട്ടിന് കറക്റ്റ് ഇല്ല. അപ്പം ഞാൻ ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞാൻ പോകുമ്പോൾ ചന്ദന അവിടെ ഉണ്ടാവില്ല, ബിക്കോസ് ഓൾക്കിന്ന് ക്ലാസ് ഉണ്ട് കോളേജിലാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഞാനായിരിക്കും ഫസ്റ്റ് എത്തുക. അപ്പം ഞാൻ അവിടെ പോയിട്ട് പിന്നെ ഓള് വരുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ അച്ഛനെ ആക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് കോട്ടക്കൽ വരെയാണ് ആക്കുന്നത്. കാരണം അച്ഛന് ഉച്ചയ്ക്ക് ശേഷം വർക്കുള്ളതുകൊണ്ട് തന്നെ അച്ഛൻ കോട്ടക്കൽ വരെ ആക്കി തരാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ നമ്മൾ എടപ്പാളിലോട്ട് ബസ്സിൽ പോകണം കേട്ടോ. അവിടെ നിന്ന് പിന്നെ 10 മിനിറ്റ് കൂടുമ്പോൾ എടപ്പാളിൽ ബസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ കോട്ടക്കൽ ഫേമസ് ആര്യവൈദ്യശാല. പേര് കേട്ട സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെ നമ്മൾ കോട്ടയ്ക്കലിൽ നിന്ന് തൃശ്ശൂർ ബസ് കയറിയിട്ടോ. എല്ലാ തൃശ്ശൂർ ബസ്സും എടപ്പാൾ ടച്ച് ചെയ്തിട്ടാണ് പോവുക കേട്ടോ. നമുക്ക് സൈഡ് സീറ്റ് കിട്ടി. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ വോയിസ് ആയിട്ട് ബാക്കിൽ വോയിസ് ഓവർ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് വോയിസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഞാൻ വോയിസ് ഓവർ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടപ്പാൾ ഇറങ്ങിയ പിന്നെ ചാൻ്റെ അമ്മ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാ വീട്ടിലില്ലല്ലോ, ക്ലാസ്സിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക, ക്ലാസ് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ നിന്ന്. അപ്പോൾ അമ്മ എന്നെ പിക്ക് ചെയ്യാൻ വന്ന് ജ്യൂസൊക്കെ മേടിച്ചു തന്നിട്ട് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി കുറേ സാധനങ്ങൾ മേടിക്കാണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഒരാളെ കൂടെ പോകാൻ അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ എത്തിയിട്ട് എന്നെ വിടാതെ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുക, എന്തെങ്കിലും വേണോ അത് വേണോ ഇത് വേണോ അങ്ങനെ ഓരോന്ന് കയറി ഇങ്ങനെ നോക്കി അതെടുക്കുക ഇതെടുക്കുന്നൊക്കെ പറയാട്ടോ. എനിക്കാണെങ്കിൽ ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല, ഞാനൊക്കെ വേണ്ടാന്ന് പറയായിരുന്നു. അമ്മയാണെങ്കിൽ അതെടുക്കുക ഇതെടുക്കുമെന്ന് പറഞ്ഞ് ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ അതൊന്നും കേൾക്കാണ്ട് ഇങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അമ്മേൻ്റെ ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു മൊമെന്റ്സ് ഒക്കെ. ഹായ് ഗായ്സ്, അപ്പം നമ്മളിങ്ങനെ ചന്ദനേൻ്റെ വീട്ടിലെത്തിട്ടോ. കറുത്ത് ടാൻ അടിച്ച് ഗൈസ്. വീട്ടിലെത്തിയിട്ട് ഞാൻ ആദ്യം നോട്ട് ചെയ്ത കാര്യം എടുത്ത ചുമരുകളാണ് കേട്ടോ. എല്ലാ ചുമരിലും ചന്ദനയുടെ കുറേ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഉണ്ട് കേട്ടോ. കുറേ ഫാമിലി ഫോട്ടോസ് ഉണ്ട്, ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അവൾ വരുന്നതിന് മുമ്പ് ഇതൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, നമ്മൾ ചന്ദനേൻ്റെ വീട്ടിലെത്തി. ചന്ദനേൻ്റെ അമ്മയ്ക്ക് ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ അടുക്കളയിൽ. പിന്നെ എന്താണ് ചന്ദനേൻ്റെ റൂം. ഇവിടെ കുറേ ചന്ദനേൻ്റെ ഫോട്ടോസും ട്രോഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മേ എത്രയോ കുറേ വളരെ കുഞ്ഞു നാൾ തൊട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ മുഖം വന്ന് വെയിലടിച്ച് ടാനൊക്കെ ആയി ഗൈസ്. ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം, അവളുടെ പഴയ ഫോട്ടോസ്. ഇതൊക്കെ ചന്ദനയ്ക്ക് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ. കുറേ ട്രോഫീസ് ഉണ്ട് ഗൈസ്. ചന്ദന അമ്മ അത് അടുക്കളയിൽ എനിക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ചന്ദനേൻ്റെ നാടും സ്ഥലവും വീടും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചന്ദനയ്ക്ക് ഒരു അനിയത്തി ഉണ്ട് കേട്ടോ. ഞാൻ ചായ നാട്ടം വിളിക്കുക. അപ്പോൾ ചായക്ക് ഒരു അനിയത്തി ഉണ്ട് കേട്ടോ, നന്ദന എന്ന് പറഞ്ഞിട്ട്. അപ്പം നന്ദു ഇവിടുത്തെ സൺസെറ്റൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നേയും കൊണ്ട് പുറത്തോട്ട് വന്നതാണ്. അവിടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് ഗൈസ്. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. ഇവിടെ എന്താ സൂര്യൻ അസ്തമിക്കുക. ഞാൻ പാടം കാണിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. നിങ്ങൾ പാടം കണ്ടു, ഇതാണ് പാടം അല്ലേ? അതെ, ചന്ദന വന്നിട്ടില്ല. അവളെപ്പോഴാ വരിക? രാത്രിയാവും. പക്ഷെ ഞങ്ങൾ ചന്ദന ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് പാടം കറങ്ങാം. അല്ല, 2 ആളും കൂടി പാടം കറങ്ങാൻ വന്നു. പാടം കാണിച്ചു തരാം.
നല്ലൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ വ്യൂ, പാടങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കുറേ ഇത് ആമ്പലാണോ താമരയാണോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അറിയണവർ കമൻറ്റ് ചെയ്യുക. അപ്പം അത് പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടോ കുറേ പ്രാവശ്യം നമ്മൾ ശ്രമിച്ചു. ഒരു 2-3 അറ്റംപ്റ്റിന് ശേഷമായിട്ട് ഈ ഒരു ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവൾ പിന്നെ ഇറങ്ങുകയാണ്. സംഭവം ഇവിടെ കുറച്ചൊരു ഇതുണ്ട്, കാരണം അവിടുത്തെ ആ ഒരു മണ്ണൊക്കെ ഇങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ താഴ്ന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ട്രൈ ചെയ്തു, അങ്ങനെ കിട്ടിയില്ല. പിന്നെ നമ്മൾ ആ അറ്റത്തുനിന്ന് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ അതൊന്ന് പൊട്ടിച്ച് തരുമെന്ന് ചോദിച്ചിട്ട് ആ ചേട്ടൻ അപ്പം തന്നെ പറഞ്ഞു ഇത് കിട്ടൂല മോളെ, കൊഴിഞ്ഞു പോകും, കാരണം വാടി നിൽക്കാണ്ട് പറഞ്ഞു. കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് പാവൻ ചേട്ടനെ കൊണ്ട് ഇറക്കിച്ച് ആ ചേട്ടൻ നോക്കി കുഴപ്പമൊന്നും ഇല്ലാണ്ട് വേഗം പൊട്ടിച്ചിടാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. സംഭവം ചേട്ടൻ പൊട്ടിച്ചിട്ട് ഞങ്ങളുടെ കയ്യിലോട്ട് തരുമ്പോഴേക്ക് തന്നെ അത് മൊത്തത്തിൽ കൊഴിഞ്ഞു പോയി. ഞങ്ങൾ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ടു ഗൈസ്, കാരണം ഒരു കഷ്ടപ്പെട്ടൊരു ചേട്ടനെ കണ്ടുപിടിച്ചിട്ട് ആ ചേട്ടൻ വന്നത് പൊട്ടിച്ചരുമ്പോഴത്തേന് ഇങ്ങനെ ആയുള്ളൊരു അവസ്ഥ ആലോചിച്ചൊക്കെ ചേട്ടനും സസ്യമായി ഞങ്ങളും സസ്യമായി. ഗൈസ് ഞങ്ങൾ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ടു, കാരണം ആ കഷ്ടപ്പെട്ടൊരു ഏട്ടനെ കണ്ടുപിടിച്ച ആ ഏട്ടൻ പൊട്ടിച്ചേരാൻ വേണ്ടിയിട്ട് വന്ന് ലാസ്റ്റ് അത് പൊട്ടിച്ചപ്പോൾ മൊത്തത്തിൽ അത് കൊഴിഞ്ഞ് താഴെ പോയി. പിന്നെ നമുക്കൊന്നും വഴിയില്ല. നമ്മൾ അപ്പുറത്ത് കുറച്ച് എന്തൊക്കെയോ ഉണ്ട്, ഇതേപോലെ കുറെ മുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് പൊട്ടിക്കാൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉദ്ദേശത്തിലൂടെ അടുത്ത പരിശ്രമത്തിന് പോവാണ് കേട്ടോ. ഈ കരയൊക്കെ താണ്ടി കടന്നിട്ട് വേണം അപ്പുറത്തെ കരയ്ക്ക് എത്താൻ വേണ്ടിയിട്ട്, കാരണം അവിടെ കുറേ മറ്റേ ആ പൂവില്ലേ, അമ്പലമാണോ താമരയാണോ, അതിൻ്റെ കുറേ മുട്ടുകളും പിന്നെ അതിങ്ങനെ ഒന്നായിട്ട് നിൽക്കുന്ന അതിൻ്റെ പ്ലേസൊക്കെ അപ്പുറത്താണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് പൊട്ടിക്കാന്നുള്ള രീതിക്ക് നന്ദു ഇന്നെക്കൊണ്ട് ഈ വെള്ളത്തിലൊക്കെ ചവിട്ടിച്ച് അപ്പുറത്തേക്ക് കടത്താണ് കേട്ടോ. അടുത്ത താമരപ്പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. നെക്സ്റ്റ് വൺ അത് ഒടിഞ്ഞു പോകട്ടോ, കണ്ടിട്ടേക്ക് അങ്ങനെ തോന്നണേ. കിട്ടി. അങ്ങനെ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം ഒടുവിൽ കയ്യിൽ സാധനം കിട്ടി. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലാണ് ഞങ്ങൾ 2 പേരും കേട്ടോ. പിന്നെ അത് വെച്ച് കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തു. അപ്പോഴേക്ക് ഏകദേശം നമ്മുടെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി, കാരണം ഈവനിങ് സൺസെറ്റ് ആവാറായല്ലോ. ഇപ്പം നല്ല രസമുണ്ടായിരുന്നു വ്യൂ കേട്ടോ. കുറേ നേരം അവിടെ നിന്നു, കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അടിപൊളിയായിരുന്നു, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സൺസെറ്റൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞെട്ടും, പിന്നെ കണ്ടിട്ട് ഞെട്ടും. നമ്മൾ സർപ്രൈസ് ആക്കാൻ പോവാണ് ഗായ്സോളെ. ഞാൻ ആക്ച്വലി വരുന്നുള്ള കാര്യം അറിയാമെങ്കിൽ പോലും അവൾ വരുന്നതിന് മുമ്പ് വീട്ടിൽ വന്നിങ്ങനെ നിൽക്കുന്നു അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷം കാണുന്നതിൻ്റെ ഒരു എന്താ പറയുക എക്സ്പ്രഷനാണ് കേട്ടോ. ഈ ഒരു എക്സ്പ്രഷൻ അവൾ ഇടുന്നത്. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ ഞാൻ കട്ട് ചെയ്താണ്ട് ഒരുമാതിരി വോയിസ് ആയി, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്തത്. അങ്ങനെ ചന്ദനെ കണ്ട് ഞെട്ടിയോ? എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, കാരണം എന്താ പറയാ ഒന്നും പറയാൻ ഡാർക്ക് സർക്കുന്നു അങ്ങനെ ചന്ദൻ കോളേജ് യൂണിഫോം പോലും മാറ്റി വെക്കാതെ വന്നിട്ടുണ്ട്. ഇനി എന്താ, പക്ഷെ പോയി കുറച്ചുകൂടി നേരത്തെ. അതെ, അപ്പൊ വന്ന് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. എന്നിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും. ബാക്കി വിശേഷങ്ങൾ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.